ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിലും വിജയിക്കാൻ റയലിന് സാധിച്ചിരുന്നില്ല. ജിറോണയോട് 1-1 സമനില അവർ വഴങ്ങുകയായിരുന്നു. റയലിന് വേണ്ടി സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബപ്പയും ഒക്കെ കളിച്ചിരുന്നു. എന്നിട്ടും ഈ മത്സരത്തിൽ റയലിന് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു. ഏതായാലും തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലാണ് ഇപ്പോൾ റയലിന് വിജയം നേടാൻ സാധിക്കാതെ പോകുന്നത്. നമുക്കറിയാം, നേരത്തെ മയോർക്കയോട് അവർ പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം ബയേൺ മ്യൂണിക്കിനോട് അവർ പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ജിറോണയോട് ഇപ്പോൾ സമനില വഴങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്ന് കിലിയൻ എംബപ്പയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് എംബപ്പെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് മടങ്ങി വന്നതോടുകൂടി റയലിന്റെ വിജയ പരമ്പര അവസാനിച്ചു കഴിഞ്ഞു. റയൽ മാഡ്രിഡ് സമനില വഴങ്ങാനും തോൽക്കാനും തുടങ്ങി എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതായത് കഴിഞ്ഞ 3 മത്സരങ്ങളിലും എംബപ്പെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ റയലിന് സാധിച്ചിട്ടില്ല. അതിനു മുന്നേ 5 മത്സരങ്ങളിൽ തുടർച്ചയായി റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നു. ആ 5 മത്സരങ്ങളിലും പരിക്ക് കാരണം കിലിയൻ എംബപ്പെ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സെൽറ്റ വിഗോ, മാഞ്ചസ്റ്റർ സിറ്റി, എൽച്ചെ, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള 2ാം പാദം, പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡ്, ഈ 5 മത്സരങ്ങളിലും റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നു. ഈ 5 മത്സരങ്ങളിലും കിലിയൻ എംബപ്പെ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നീടുള്ള 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ റയലിന് കഴിഞ്ഞില്ല. ആ 3 മത്സരങ്ങളിൽ കിലിയൻ എംബപ്പെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എംബപ്പയാണോ ടീമിന്റെ ബാലൻസ് കളയുന്നത് എന്ന് പോലും പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, എംബപ്പെ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ എംബപ്പെ സ്വന്തമാക്കുന്നുണ്ട്. പക്ഷേ ടീമിന്റെ ബാലൻസ് എംബപ്പെ വരുമ്പോൾ തെറ്റുന്നുണ്ടോ എന്ന ഒരു സംശയം പലരും ഉയർത്തുന്നുണ്ട്. എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.